നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ പ്രമുഖ സ്പോർട്സ് റിപ്പോർട്ടറായ പ്രിയദേവ് പറഞ്ഞ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ന്യൂസാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രിയദേവ് പറഞ്ഞിരിക്കുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് 3 സ്ട്രൈക്കർമാരെയാണ് നിലവിൽ നോട്ടം വെച്ചിരിക്കുന്നത്. 3 സ്ട്രൈക്കർമാരുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ചർച്ചയിലാണെന്നും 3 താരങ്ങളും മികച്ച താരങ്ങളാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ മികച്ച താരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു താരത്തിനെ ആയിരിക്കണം അൽവാരോയുടെ പകരക്കാരനായിട്ട് സ്പോർട്ടിംഗ് ഡയറക്ടർ കണ്ടെത്താൻ പോകുന്നത്. അഥവാ കണ്ടെത്തി എന്നും നമുക്ക് പറയേണ്ടി വരും. എന്തായാലും നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളിലായി അൽവാരോയുടെ പകരക്കാരനെ കണ്ടെത്തുമെന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. കണ്ടെത്തിയെന്നും പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് 3 സ്ട്രൈക്കർമാരുമായിട്ടാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും, അതിൽ മികച്ച ഒരു താരത്തിനെ തന്നെ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കൊണ്ടുവരുള്ളൂ. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടു തന്നെ ഇരിക്കണം താരത്തിൻ്റെ പേരും ഡീറ്റെയിൽസും. അതേപോലെ തന്നെ അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റ് ഇന്ത്യൻ താരങ്ങളായ ആയുഷ് അധികാരിയും അതേപോലെ തന്നെ ഹോർമിപ്പായും ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു ജീക്സൺ സിംഗിനും കൊച്ചിയിൽ എത്തിയത്. എന്തായാലും ആരാധകർ കാത്തിരുന്ന ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രീ സീസൺ ആരംഭിക്കാൻ പോകുകയാണ്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചെന്നൈയിൻ FC കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. പീറ്റർ സെൽസ്കോവിക് എന്ന് പറയുന്ന ക്രൊയേഷ്യൻ താരത്തിനെ ചെന്നൈയിൻ FC ടീമിലെത്തിക്കാൻ പോകുന്നു. പ്രോബബിലിറ്റി കണക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാണിക്കുന്നത് ഏകദേശം 69%. അതുകൊണ്ട് തന്നെ ചെന്നൈയിൻ FC വരും ദിവസങ്ങളിൽ ഈ സൈനിങ് പൂർത്തീകരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു താരം തന്നെയാണ് പീറ്റർ. എന്തായാലും നമുക്കറിയാം, ചെന്നൈയിൻ FC കഴിഞ്ഞ ദിവസങ്ങളിലായി കുറേ വിദേശ സൈനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ നിർത്തുന്നു.